ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SCERT 9ാം ക്ലാസ്സിൻ്റെ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ പോയി കാണുക, എന്നിട്ട് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. നോക്കാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര പാമീർ. ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. പത്കായ്ബും ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു? നാഗാലാൻഡ്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം ഏത്? ട്രാൻസ് ഹിമാലയം. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഭാഗം ഹിമാദ്രി. ഷിംല, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന ഹിമാലയ ഭാഗം ഹിമാചൽ ഹിമാലയം. ഡ്യൂണുകൾ കാണപ്പെടുന്ന ഹിമാലയ ഭാഗം ശിവാലിക്. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന എവറസ്റ്റ് കൊടുമുടിയുടെ നീളം 8848.86 മീറ്റർ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളി അറിയപ്പെടുന്നത് ടെക്ടോണിക് ഫലകങ്ങൾ. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഏത്? വലനം. കാളി, ടീസ്ത നദികൾ വേർതിരിക്കുന്ന ഹിമാലയ ഭാഗം ഏത്? മധ്യ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ വടക്ക് മേഖലയിൽ ആണ് ബോൾട്ടോരോ ഹിമാനികൾ കാണപ്പെടുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഏത് മേഖലയിലാണെന്ന്? കാശ്മീർ ഹിമാലയത്തിൽ. ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൽ ചുരം. ചന്ദ്രതാൽ, സൂരജ് താൽ ശുദ്ധജല തടാകം കാണപ്പെടുന്ന ഹിമാലയ ഭാഗം ഹിമാചൽ ഹിമാലയം. നൈനിറ്റാൾ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങൾ കാണപ്പെടുന്ന ഹിമാലയ ഭാഗം ഏതാണ്? ഉത്തരാഖണ്ഡ് അല്ലേ? ഉത്തരാഖണ്ഡ് ഹിമാലയ ഭാഗം. നുബ്ര താഴ്വര, ഗീർഗംഗ, മണികരൻ എന്നീ ചൂട് നീരുറവകൾ കാണപ്പെടുന്ന ഹിമാലയ ഭാഗം ഏത്? ഹിമാചൽ ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേട് അറിയപ്പെടുന്നത് എന്താണ്? ബുഗ്യാനാണ് കേട്ടോ. എവിടെ കാണുന്ന? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിൽ കേട്ടോ. പർവ്വതങ്ങളിലെ പുൽമേടുകളിലും താഴ്വരകളിലേക്കും വളർത്തുമൃഗങ്ങളോട് ഒപ്പമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനം അറിയപ്പെടുന്നത് എന്ത്? ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് കേട്ടോ. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം ഏതാണ്? മധ്യ ഹിമാലയം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന